മിശിഹായിൽ പ്രിയ വൈദികരെ, സഹോദരീ സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, എല്ലാവർക്കും തന്നെ നമ്മുടെ റാഫേൽ മാലാഖയുടെ തിരുനാളിൻ്റെ മംഗളങ്ങളും ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. ഇന്ന് നമ്മുടെ ഇടവകയിലെ വൈദികർ വരാൻ സാധിച്ചിരിക്കുന്ന എല്ലാ വൈദികരും കൂടി ചേർന്ന് ദിവ്യബലി അർപ്പിക്കുകയാണ്. എല്ലാ വർഷവും 24-ാം തീയതി വൈകിട്ട് പ്രദക്ഷിണത്തിന് മുൻപുള്ള ദിവ്യബലി നമ്മൾ അച്ഛന്മാരാണ് ചെല്ലുന്നത്. പിന്നെ നമ്മുടെ ഏറ്റവും പുതിയ കൊച്ചച്ഛൻ കപ്പൂച്ചിൻ ഗോഡ്വിൻ അച്ഛൻ്റെ 2 കൂട്ടുകാരും കൂടിയും ഉണ്ട്. കപ്പൂച്ചിൻ അച്ഛന്മാർ മറ്റെല്ലാം നമ്മുടെ ഇടവക്കാർ തന്നെയാണ്. നമ്മൾ ഒരുമിച്ച് ദിവ്യബലി അർപ്പിക്കുകയാണ്. നമുക്കറിയാം, മാലാഖമാർ 7 മുഖ്യ ദൂതന്മാരുണ്ട്. പക്ഷേ 3 പേരുടെ പേരുകളാണ് ബൈബിളിലുള്ളത്: ഗബ്രിയേൽ, മിഖായേൽ, റഫായേൽ. അതിൽ റഫായേൽ മാലാഖയാണ് നമുക്ക് ഏറ്റവും സ്നേഹിക്കാൻ തോന്നുന്നൊരു മാലാഖ. സുന്ദരനും കുട്ടപ്പനുമായ മാലാഖ, നമ്മുടെ മാലാഖ പോലെ തന്നെ. പക്ഷെ അതിലുപരിയായിട്ട് മനുഷ്യരോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന മാലാഖ റഫായേൽ മാലാഖയാണ്. ജീവിതത്തിൽ എപ്പോഴും നമ്മളോട് കൂടെയായിരുന്നു, കൂടെ സഞ്ചരിച്ച് കർത്താവ് കൂടെ ഉണ്ടെന്ന് നമുക്ക് ഓർമ്മിപ്പിക്കുന്ന ഒരു മാലാഖയാണ് റഫായേൽ മാലാഖ. പേരിൻ്റെ അർത്ഥം സൗഖ്യം നൽകുന്നവനാണെങ്കിലും രോഗത്തിൽ മാത്രമല്ല, മാനസികമായ വേദന ഉണ്ടാകുമ്പോൾ, വിശ്വാസത്തിൽ സംശയം ഉണ്ടാകുമ്പോൾ എല്ലാ തരത്തിലുമുള്ള സൗഖ്യം നൽകുന്ന മാലാഖയാണ് റഫായേൽ മാലാഖ. അപ്പോൾ റഫായേൽ മാലാഖയെ ഞങ്ങൾ ഇങ്ങനെ ബാച്ചുകാരൊക്കെ കൂടുമ്പോൾ പറയേ, ഞങ്ങളുടെ വിശുദ്ധൻ ഇങ്ങനെ അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥൻ, ഞങ്ങളുടെ വിശുദ്ധൻ കാണാണ്ട് പോയ സാധനങ്ങൾ കണ്ടുകിട്ടുന്ന മധ്യസ്ഥൻ എന്നൊക്കെ പറയും. അപ്പം നിൻ്റെ മാലാഖ സൗഖ്യം നൽകുന്ന മാലാഖ. ഞാൻ പറയും, അങ്ങനെ സൗഖ്യം നൽകുന്നത് മാത്രമല്ല, ഞങ്ങളുടെ മാലാഖ ഒരുമാതിരി എല്ലാ കേസിലും ഇടപെടും. ഞങ്ങളുടെ മാലാഖ കൂടെ സഞ്ചരിക്കും, ഞങ്ങളുടെ മാലാഖ പിശാചിനെ ഓടിപ്പിക്കും, ഞങ്ങളുടെ മാലാഖ സൗഖ്യം നൽകും, ഞങ്ങളുടെ മാലാഖ നല്ല ജീവിത പങ്കാളിയെ കിട്ടും. ജീവിത പങ്കാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിക്കാൻ മാത്രമല്ല, അച്ഛനാവാനും കന്യാസ്ത്രീ ആവാനും നല്ല ദൈവവിളി തിരഞ്ഞെടുത്ത് തരും, വഴികളിൽ അപകടം ഉണ്ടാകുമ്പോൾ സഹായിക്കും, എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ മാലാഖ ചെയ്യും. പക്ഷേ ഇതിലൊക്കെ ഉപരിയായിട്ട്, ഇതിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് ദൈവം നമ്മളെ ഓരോരുത്തരെയും കാണുന്നുവെന്ന അറിവിലേക്ക് മാലാഖ നമ്മളെ നയിക്കുന്നു. നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും, നന്മകളും കാണാതെ പോകുന്നില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ കാര്യങ്ങളും കാണാതെ പോകുന്നില്ല. ദൈവം എല്ലാം അറിയുന്നു. വലിയ തോബിയാസിന് നന്മകൾ ചെയ്തിരുന്ന മനുഷ്യനായിരുന്നു. എന്നിട്ട് പോലും നന്മ ചെയ്ത് ക്ഷീണിച്ച് കിടന്നുറങ്ങുമ്പോൾ കണ്ണിൽ പക്ഷിയുടെ കാഷ്ടം വീണ് കണ്ണ് നഷ്ടപ്പെടുന്നു. പിന്നീട് 8 വർഷത്തോളം കാഴ്ചയില്ലാത്തവനായി ജീവിക്കുന്നു. എന്നിട്ട് മാലാഖ വന്നിട്ട് അവനോട് പറയുന്നത്, ഏറ്റവും അവസാനം പറയുന്നത്, ഇതൊക്കെ ഓരോന്ന് എടുത്തെടുത്ത് പറയുകയാണ്. നീ ഭക്ഷണത്തിനിടയിൽ നിന്ന് പോലും എഴുന്നേറ്റ് പോയപ്പോൾ ഞാൻ കാണുന്നുണ്ടായിരുന്നു, നീ മൃതദേഹം സംസ്കരിച്ചപ്പോൾ ഞാൻ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അവനെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, നീ നന്മകൾ ചെയ്തിട്ട് നിനക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോഴും സംശയിക്കേണ്ട, എപ്പോഴും ദൈവം നിന്നെ കാണുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങളൊക്കെ ഈ ഇടവക്കാരാണല്ലോ. അപ്പം ഞാൻ ഈ 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഈ ഫ്രണ്ടിലാണ് സൺഡേ കാറ്റഗിസ്റ്റിന് ഇരിക്കുക. അപ്പോൾ അന്നൊക്കെ നമ്മൾ കുഞ്ഞല്ലേ, ഈ കുർബാന മുഴുവൻ ശ്രദ്ധിച്ചിരിക്കൽ എളുപ്പമല്ല, അത് കുറേ നേരമുണ്ട്. അപ്പം ഞാനിങ്ങനെ ചുറ്റുപാടൊക്കെ നോക്കും. നമുക്ക് പള്ളിയിലാണെങ്കിൽ കാണാൻ ഇഷ്ടംപോലെ കാഴ്ചകളുണ്ട്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ എനിക്ക് തോന്നിയിരുന്നൊരു കുസൃതിയാണ്, എങ്ങനെ പോയാലും കുറേ രൂപങ്ങളും മാലാഖമാരും ഒക്കെ ഉള്ളതുകൊണ്ട് ഏതെങ്കിലും ഒരാൾ നമ്മളെ നോക്കുന്നുണ്ടാവും. നമ്മളിങ്ങനെ നോക്കി പോകുമ്പോൾ ഒരാൾ കറക്റ്റ് നമ്മുടെ നേരെ നോക്കുന്നുണ്ടാവും. അപ്പോൾ ഓരോ ദിവസവും ഞായറാഴ്ച സൺഡേ കാറ്റഗിസത്തിന് വരുമ്പോൾ വന്ന് കുറച്ച് നേരത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് പിന്നെ നോക്കുന്നത് ആരാണ് ഇന്ന് നമ്മളെ നോക്കുക എന്നുള്ള നോക്കലാണ്. അപ്പം നോക്കി വരുമ്പോൾ ഏതെങ്കിലും ഒരു മാലാഖ, ഏതെങ്കിലും ഒരു പുണ്യാളൻ, ഔസേപ്പിതാവോ മാതാവോ ആരെങ്കിലും ഒരാൾ നമ്മളെ നോക്കുന്നുണ്ടാവും. ഈ പള്ളിയുടെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഈ റാഫേൽ മാലാഖയുടെ തിരുനാളിൽ റാഫേൽ മാലാഖ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, ഈ പള്ളിയിനകത്ത് മാത്രമല്ല, നമ്മൾ പുറത്താണെങ്കിലും എവിടെയാണെങ്കിലും ആരൊക്കെയോ നമ്മളെ കാണുന്നുണ്ട്, ദൈവം നമ്മളെ കാണുന്നുണ്ട്, അനുഗ്രഹിക്കുന്നുണ്ട്. ഇത് തന്നെയാണ് നമ്മുടെ വിശ്വാസത്തിലുള്ള വളർച്ച എന്ന് പറയുന്നത്. നമ്മൾ ഈ പള്ളി മുഴുവൻ ഈ ചിത്രങ്ങൾ വരച്ചു വെച്ചിരിക്കുന്നത്, കർത്താവിൻ്റെ രൂപം, അന്തോണീസിൻ്റെ രൂപമൊക്കെ വെച്ചിരിക്കുന്നത്, നമ്മൾ അങ്ങോട്ട് നോക്കുമ്പോൾ അവർ നമ്മളെ ഇങ്ങോട്ട് നോക്കുന്നതായിട്ട് നമുക്ക് തോന്നണം. അതിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് നോക്കി പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവിൻ്റെ രൂപത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എന്നെ നോക്കി പെറുന്നു. അപ്പം അതാണ് നമ്മുടെ വിശ്വാസം. പക്ഷെ വിശ്വാസത്തിൽ കുറേ കൂടി ആഴപ്പെടുമ്പോൾ നമുക്കത് അതിനകത്തേക്ക് കയറാൻ പറ്റും. അവിടെ കയറിയ സക്രാരിയുടെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റും. ആരും ഇങ്ങോട്ട് നോക്കിയില്ലെങ്കിലും സക്രാരി കാണുമ്പോൾ ഇതിനകത്ത് കർത്താവുണ്ട്, അവൻ എന്നെ കാണുന്നുണ്ടെന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ സാധിക്കും. കുറച്ചുകൂടി കഴിയുമ്പോൾ കർത്താവ് എപ്പോഴും കൂടെയുണ്ട്, ഞാൻ സ്വീകരിച്ചതിൽ കർത്താവ് എൻ്റെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്, കർത്താവ് എൻ്റെ കൂടെയുണ്ട് എന്ന് വിശ്വസിച്ച് നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കും. റഫായേൽ മാലാഖ നമ്മളെ ഓരോരുത്തരെയും പഠിപ്പിക്കുന്നത് ആദ്യമായിട്ട്, ദൈവം നമ്മളുടെ ഓരോരുത്തരുടെയും കൂടെയുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്നുണ്ട്. നമ്മളുടെ ജീവിതങ്ങൾ അറിഞ്ഞുകൊണ്ട് ജീവിതത്തിന് ആവശ്യമായ വിധത്തിലുള്ള അനുഗ്രഹങ്ങൾ, കൃപകൾ, വരങ്ങൾ, ദാനങ്ങൾ ദൈവം നമുക്ക് തരുന്നുണ്ട് എന്ന് റാഫേൽ മാലാഖ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇത് കാണാനും അനുഭവിക്കാനും മനുഷ്യരാണ്, എപ്പോഴും പറ്റിയെന്ന് വരില്ല, നമുക്ക് ഇടയ്ക്കെങ്കിലും അനുഭവിക്കണം. അതിനാണ് ഇന്ന് ഈ തിരുനാളിൻ്റെ വിശുദ്ധ ദിനങ്ങളിൽ നമ്മുടെ രൂപക്കൂട്ടിലെ മാലാഖ ആദ്യം പുറത്തേക്ക് ഇറങ്ങി അവിടെ വന്നിരിക്കും, നമുക്കെല്ലാവർക്കും കാണാൻ മുത്താനൊക്കെ എളുപ്പത്തിന്. ഇതിന് ശേഷം ഈ കുർബാന കഴിയുമ്പോൾ പ്രദക്ഷിണമായിട്ട് നമ്മൾ ഈ ഇടവക മുഴുവൻ എല്ലാ ഇടവകളിലും വീടുകളിലും ഒക്കെ കൊണ്ടുപോയി കാണിക്കും. മാലാഖ ഇന്ന വീടുകളിൽ ഇന്ന അനുഗ്രഹം,
അല്ലെങ്കിൽ മാലാഖ അവിടെ ഉണ്ട്. പക്ഷെ നമുക്കൊന്നും ഒരു അനുഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ തിരുനാളുകളിലൊക്കെ നമ്മൾ ഈ രൂപമൊക്കെ എഴുന്നള്ളിച്ച്, ഇതേ മാലാഖ നമ്മൾ പള്ളിയിൽ വരുമ്പോൾ കാണാറുള്ള മാലാഖയുടെ രൂപമൊക്കെ എഴുന്നള്ളിച്ച് ഈ ഇടവക മുഴുവൻ നമ്മൾ പോയി നമ്മുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കുന്നു. മാലാഖ വരുമ്പോൾ എല്ലാവിധ ബന്ധനങ്ങളും നമ്മൾ രക്ഷിക്കപ്പെടുന്നു എന്നൊക്കെ നമ്മൾ വിശ്വസിക്കുന്നു. ഈ മാലാഖ നമ്മളോട് കൂടെ ഇന്നുമുണ്ട്. ഈ മാലാഖ നമുക്ക് തരുന്ന വേറൊരു കാര്യമാണ്, മറ്റ് മാലാഖമാരെക്കാളൊക്കെ പ്രത്യേകമായിട്ട് റാഫേൽ മാലാഖയ്ക്കുള്ളൊരു പ്രത്യേകത ഞാൻ ഇതിനു മുമ്പ് ഒരു പ്രസംഗത്തിൽ പറഞ്ഞു. ഗബ്രിയേൽ ദൂതൻ സന്ദേശം നൽകുന്ന ദൂതനാണ്. ദൂതൻ വന്നിട്ട് മറ്റാളുടെ കയ്യിൽ സന്ദേശം കൊടുത്തു വിടില്ല. പോസ്റ്റ്മാനാണ്, പോസ്റ്റ്മാൻ്റെ പോലെയല്ല. വന്നിട്ട് സന്ദേശം ഗബ്രിയേൽ ദൂതൻ തന്നെ പറയും. മിഖായേൽ മാലാഖ പിശാചിനെ തുരത്തുന്നവനാണ്. വന്നിട്ട് നമ്മൾക്ക് വാള് തന്നിട്ട് പിശാചിനെ തുരത്തിക്കോളാനല്ല പറയുന്നത്, നമുക്ക് വേണ്ടി മാലാഖ പിശാചിനെ തുരത്തും. പക്ഷെ റഫായേൽ മാലാഖ വന്നിട്ട് ചെയ്യില്ല, നമ്മളോട് പറയും ഇതിനൊക്കെ വേണ്ടി എന്ത് ചെയ്യണം എന്ന് പറയും. യാത്ര ചെയ്യണമെങ്കിൽ മാലാഖ നമുക്ക് വേണ്ടി യാത്ര പോവില്ല, നമ്മുടെ കൂടെ യാത്ര ചെയ്യും. നമുക്ക് കണ്ണിന് സൗഖ്യം കിട്ടണമെങ്കിൽ സൗഖ്യം തരില്ല, സൗഖ്യം ചെയ്യാനായിട്ട് കയ്പ എടുത്ത് പുരട്ടിയാൽ മതി എന്ന് പറയും. അല്ലെങ്കിൽ പിശാചിനെ ഓടിപ്പിക്കാനായിട്ട് മാലാഖ പിശാചിനെ ഓടിപ്പിക്കുന്നില്ല, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കൂ, അപ്പം പിശാച് ഓടിപ്പോകും മാലാഖ പറയും. അത് കഴിഞ്ഞിട്ട് ആ ചങ്കും കരളും പുകയ്ക്കുമ്പോൾ പിശാച് അകലേക്ക് ഓടിപ്പോകും, നിങ്ങളുടെ ഭവനം മുഴുവൻ ശുദ്ധിയുള്ളതായി മാറും. അപ്പം മാലാഖ ദിവ്യ പ്രചോദനങ്ങളോടെ നമ്മളോട് കൂടെ സഞ്ചരിക്കുന്ന, നമ്മുടെ കൂടെ ആയിരിക്കുന്ന മാലാഖയാണ്. അപ്പോൾ ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ കർത്താവ് നമ്മെ ഓർപ്പിക്കുന്നു, നമ്മൾ പ്രാർത്ഥന വഴി, നന്മകൾ വഴി, കർത്താവിനെ കുറിച്ച് ചിന്തിക്കുന്നത് വഴി അവൻ്റെ സ്വരം ശ്രവിക്കാനായിട്ട് നമ്മൾ എപ്പോഴും നമ്മുടെ ഹൃദയത്തെ ഒരുക്കിയിരുത്തണം. അവനൊരു മാലാഖയെ പോലെ നമ്മുടെ കൂടെ ആയിരുന്നുകൊണ്ട് നമ്മളെ പ്രചോദിപ്പിക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് ഇങ്ങനെ പ്രചോദിപ്പിക്കുമ്പോൾ, നമ്മൾ നന്മകൾ ചെയ്യുമ്പോൾ, മറ്റുള്ളവർക്ക് നന്മകൾ ചെയ്തു കൊടുക്കുമ്പോൾ നമ്മളും മറ്റൊരു റഫായേൽ മാലാഖയായി മാറുകയാണ്. ഈ റഫായേൽ മാലാഖയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ കർത്താവ് നമ്മെ ഓർപ്പിക്കുന്നു, അവൻ കൂടെയുണ്ട്, അവൻ സംസാരിക്കുന്നുണ്ട്, അവൻ അനുഗ്രഹിക്കുന്നുണ്ട്. കർത്താവെ അത് കാണാൻ, മനസ്സിലാക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണം എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ടാമതായിട്ട് ഈ പ്രചോദനങ്ങൾക്കനുസരിച്ച് ജീവിക്കുമ്പോൾ ഞങ്ങളും മറ്റുള്ളവരുടെ ജീവിതങ്ങളിൽ മാലാഖമാരായി മാറുന്നുണ്ട്. അവരെ അതിനുവേണ്ടി നന്ദി പറയുവാൻ, അതിനുള്ള അനുഗ്രഹങ്ങൾക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിവ്യബലി നമുക്ക് അർപ്പിക്കാം. അതോടൊപ്പം അച്ഛന്മാർ മാത്രമേ വന്നിട്ടുള്ളൂ, നമുക്ക് ഇഷ്ടം പോലെ സിസ്റ്റേഴ്സൊക്കെ ഉണ്ട്, അവരെ കൂടി ഓർക്കാൻ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നമ്മുടെ ഇടവകയിൽ നിന്നുള്ള സിസ്റ്റേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ തന്നെ പലപ്പോഴും പല സിസ്റ്റേഴ്സിനെയും കണ്ടുമുട്ടിയിട്ടുള്ളത്, കോയമ്പത്തൂർ ചെന്നപ്പോൾ അവിടെ ഒരു സിസ്റ്ററെ കണ്ടുകൂട്ടി, ബാംഗ്ലൂർ ചെന്നപ്പോൾ അവിടെ ഒരു സിസ്റ്ററെ കണ്ടുകൂട്ടി, ഭോപ്പാലിൽ പഠിക്കാൻ പോയപ്പോൾ റോഡ് സൈഡിൽ ബസ് കിട്ടാണ്ട് കൈ കാണിച്ചപ്പോൾ നിർത്തിയ സിസ്റ്റേഴ്സിൻ്റെ വണ്ടിയിൽ കയറിയപ്പോൾ അതിനകത്ത് ഒല്ലുരുന്നൊരു സിസ്റ്റർ. അങ്ങനെ പല ഭാഗങ്ങളിൽ സിസ്റ്റേഴ്സ് ഇഷ്ടംപോലെ വർക്ക് ചെയ്യുന്നുണ്ട്. അവരോരോരുത്തരെയും ഇന്നിവിടെ എത്തിച്ചേരാൻ സാധിക്കാതെ പോയ അച്ഛന്മാരെയും സെമിനാരിയിലുള്ള പ്രദേശിനെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കൊന്ന് ചേർന്ന് ഈ തിരുനാൾ ആഘോഷിക്കാം, ദിവ്യബലി അർപ്പിക്കാം. ഇതിനുശേഷം മാലാഖയെ നമ്മുടെ വഴികളിലേക്ക്, ഭവനങ്ങളിലേക്ക് സ്വീകരിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.